ഹായ്, ഞാൻ ഫാജിഷ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് സാൽബുക്ക് ഡാം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് റിയാദിൽ നിന്നും ഒരു 70 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സ്പോട്ടാണ്. ഡാം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിറയെ വെള്ളമുള്ള സ്ഥലമായിരിക്കുന്നു വിചാരിക്കുക. പക്ഷേ ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. എന്നാലും ഇവിടുത്തെ വ്യൂ, ഞങ്ങളിപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 4 മണിയായി കാണും. 4 മണിയാകുമ്പോഴാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇവിടുത്തെ ഒരു വ്യൂ അത് നമ്മൾ കണ്ട് ആസ്വദിക്കുക തന്നെ വേണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ വ്യൂ എന്നൊന്ന് കണ്ടു നോക്കാം. ഈ ഡാമിൽ ഒരു 3-4 മാസം മുമ്പ് വരെ വെള്ളം ഉണ്ടായിരുന്നെന്നാണ് കേട്ടത്. പക്ഷെ അതിന് 3-4 മാസം മുമ്പ് ഇവിടെ നല്ല ചൂടായിരുന്നു. അപ്പോൾ ആ ചൂട് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ വെള്ളം ഫുള്ള് വറ്റിപ്പോയി, കംപ്ലീറ്റ്ലി ഇങ്ങനെ വരണ്ട് കിടക്കുകയാണ്. പക്ഷെ ഇനിയിപ്പോൾ തണുപ്പൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും ചെറിയ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാവരെയും ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താൻ നിൽക്കുന്നില്ല. ഇവിടെ വെള്ളമില്ലെങ്കിലും അത്യാവശ്യം നിറയെ ആൾക്കാരുണ്ട്. അതായത് ഫാമിലീസൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. അതുപോലെ ഇവിടെ കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. ഇവിടുത്തെ ആ സൺസെറ്റിൻ്റെ വ്യൂ അത് നിങ്ങളിവിടെ വന്നിട്ട് കണ്ട് ആസ്വദിക്കണം. അതായത് വീഡിയോയിൽ എത്രത്തോളം നന്നായിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല അടിപൊളി വ്യൂ ആണ്. നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനും നന്നായിട്ട് ഇവിടെ ഇരുന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണിത്. ഇവിടുത്തെ സ്കൈ കണ്ടില്ലേ, നല്ല ബ്രൈറ്റും ക്ലിയർ ആയിട്ടുള്ള സ്കൈ ആണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലാണുള്ളത്. അതാണ് ഈ ഏരിയനെ അത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഇവിടെ ഭയങ്കര വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ചർച്ച ഈ സ്ഥലത്തെക്കുറിച്ചായിരിക്കുന്നതായിരിക്കും. പക്ഷേ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വൈകുന്നേരം എന്ത് കഴിക്കാം എന്നുള്ളതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഡാമിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇതുവരെ കണ്ടിട്ട് മനസ്സിലായില്ല. കാരണം ഇതിന് ചുറ്റും ഒന്നുമില്ല. പക്ഷേ ഈ ഡാം ഉണ്ടാക്കി വെച്ചതിൻ്റെ ചിലപ്പോൾ കുറേ കാലം മുമ്പ് വല്ല കൃഷിയോ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കും തോന്നണം. അല്ലാതെ ഇപ്പോൾ ഇവിടെ വേറെ പ്രത്യേകിച്ച് ഈ ഡാമിൻ്റെ ആവശ്യമൊന്നും ഇവിടെ കാണുന്നില്ല. ഇവിടെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വൈകുന്നേരം വരാനാണ്. കാരണം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വ്യൂസൊക്കെ കാണാൻ പറ്റുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റാണ് ഇപ്പോൾ കണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.